രണ്ടാം ഭാര്യ. രചന SMG. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. അരുന്ധതിയുടെ ജീവിതം ഒരു നായർ തറവാട്ടിലെ പെൺകുട്ടികളുടേതുപോലെ സാധാരണമായിരുന്നു. എന്നാൽ ആ സാധാരണത്വം കുറഞ്ഞ കാലത്തേക്ക് മാത്രം. അമ്മയുടെ മരണം അവളുടെ ലോകത്തെ തകർത്തെറിഞ്ഞ് ആ ശൂന്യത നികത്താൻ അച്ഛൻ രമയെ വിവാഹം കഴിച്ചപ്പോൾ അവൾ സ്വന്തം വീട്ടിലൊരധികപ്പറ്റായി. അവൾ ആർക്കും വേണ്ടാത്തവളാണെന്ന രമയുടെ ക്രൂരമായ വാക്കുകൾ അവളുടെ മനസ്സിൽ ഒരു തീക്കനലായി എരിഞ്ഞു. ഓരോ ദിവസവും ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ പുതിയ മുറിവുകൾ ഉണ്ടാക്കി. 16 വയസ്സുള്ളപ്പോൾ ആ മുറിവുകൾ കരിഞ്ഞുണങ്ങും മുമ്പേ അവൾ ആ വീട് വിട്ടിറങ്ങി. ആ തീരുമാനം അവളുടെ ജീവിതത്തിലെ വഴിത്തിരിവായിരുന്നു. അവിടെ അവൾ മുസ്തഫ എന്ന തേങ്ങാ കച്ചവടക്കാരനെ കണ്ടുമുട്ടി. ദുരിതങ്ങൾ മാത്രം സഹിച്ച അവളുടെ മനസ്സിന് അയാളുടെ സ്നേഹമുള്ള വാക്കുകൾ ഒരു തണലായിരുന്നു. അയാളെ വിശ്വസിച്ച് അയാളുടെ കൈ പിടിച്ച് അവൾ വീട് വിട്ടിറങ്ങി. ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം അവൾ ആസിയയായി. തുടർന്ന് മുസ്തഫയെ വിവാഹം കഴിച്ചു. വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെയാണ് ആസിയ സത്യമറിയുന്നത്. മുസ്തഫയുടെ രണ്ടാമത്തെ ഭാര്യയാണ് അവളെന്ന്. ആ ഞെട്ടിൽ നിന്നും കരകയറാൻ അവൾ കുറച്ചധികം സമയമെടുത്തു. പക്ഷേ തിരിച്ചു പോകാൻ അവൾക്കൊരിടമുണ്ടായിരുന്നില്ല. സ്വന്തം വീട്ടുകാർ അവളെ പടിയടച്ച് പിണ്ടം വെച്ച് കഴിഞ്ഞിരുന്നു. അങ്ങനെ ആ ദുരിതത്തിൽ നിന്നും മകൻ സൽമാനെ പേറി അവൾ പതുക്കെ മുന്നോട്ട് പോവുകയായിരുന്നു. മുസ്തഫ ഖത്തറിലേക്ക് തിരികെ പോയപ്പോൾ എല്ലാ ദിവസവും ആസിയെ വിളിക്കുമായിരുന്നു. ഓരോ ദിവസവും മണിക്കൂറുകളോളം അവർ സംസാരിച്ചു. നീണ്ട ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷമാണ് ആസിയ എന്ന് മുസ്തഫ പറയുമ്പോൾ അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞൊഴുകി. അവൾക്ക് വേണ്ടി ഒരു വീട് വെക്കണം, അവൾക്ക് നല്ലൊരു ജീവിതം നൽകണം എന്ന് പറഞ്ഞ് മുസ്തഫ അവളെ സ്നേഹിച്ചു. ആ സ്നേഹത്തിൽ ആസിയ ഒരുപാട് സന്തോഷിച്ചു. വർഷങ്ങൾ കടന്നുപോയി. മുസ്തഫ ഖത്തറിലും മകൻ സൽമാൻ ദുബായിലുമായി ജീവിതം കെട്ടിപ്പടുത്തു. എല്ലാം ഒരു വഴിക്ക് പോകുന്നതെന്ന് വിശ്വസിക്കുമ്പോഴാണ് മറ്റൊരു സ്ത്രീയുടെ സാന്നിധ്യം അവളുടെ ജീവിതത്തിൽ വീണ്ടും ഇരുട്ട് പടർത്തുന്നത്. മുസ്തഫ നാട്ടിൽ വന്നപ്പോൾ ആസിയയോട് ബാംഗ്ലൂരിലേക്ക് ബിസിനസ് ആവശ്യത്തിന് പോവുകയാണെന്ന് കള്ളം പറഞ്ഞു. മുസ്തഫയുടെ വാക്കുകളിൽ പതിവില്ലാത്തൊരു തിടുക്കം ആസിയ ശ്രദ്ധിച്ചു. അവൾക്ക് സംശയം തോന്നി, പക്ഷെ ഒന്നും ചോദിച്ചില്ല. തന്റെ ഭർത്താവിനെ വിശ്വസിക്കാനാണ് അവൾ ആഗ്രഹിച്ചത്. മുസ്തഫ നാട്ടിലുണ്ടായിരുന്ന ദിവസം ഉറങ്ങുമ്പോൾ ആസിയയ്ക്ക് എന്തോ ഒരു സംശയം തോന്നി. അവൾ പതിയെ മുസ്തഫയുടെ ഫോൺ എടുത്ത് നോക്കി. അയാൾ സ്ഥിരമായി വിളിക്കുന്ന മെസ്സേജ് അയക്കുന്നതുമായ ഒരു നമ്പർ അവൾ കണ്ടു. ഇതാരുടെ നമ്പരാ? അവൾ ചിന്തിച്ചു. അത് ആദ്യ ഭാര്യയുടെ ആയിരിക്കുമെന്ന് അവൾ ഊഹിച്ചു. കാര്യമായി എടുക്കേണ്ടെന്ന് കരുതി അവൾ ആ നമ്പർ അവളുടെ ഫോണിൽ സേവ് ചെയ്തു. അതേസമയം മുസ്തഫ സീനത്തിനോട് ആസിയെക്കുറിച്ച് പറഞ്ഞു. ആസിയേക്കാൾ നല്ല ഞാനാ. അവൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ജീവിതം എനിക്ക് വേണ്ടി മാറ്റിവെക്കണം. ആസിയക്ക് ആര് വേണമെങ്കിലും തുണിയായി വന്നോട്ടെ, അവൾ ഒന്നിനും കൊള്ളാത്തവളാണ്. സീനത്തിന്റെ വാക്കുകൾ മുസ്തഫയുടെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു. അടുത്ത തവണ മുസ്തഫ നാട്ടിൽ വന്നപ്പോൾ മൂന്നാം ഭാര്യയായ സീനത്തിനെ കൂടെ കൂട്ടിയാണ് ഗൾഫിലേക്ക് പോയത്. അതിനുശേഷം അയാൾ ആസിയെ വിളിച്ചതേയില്ല. മുസ്തഫയും സീനത്തും ഗൾഫിലെത്തിയുടൻ സീനത്ത് ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് പോസ്റ്റ് ചെയ്തു. അത് ആസിയക്ക് മാത്രം കാണാൻ പാകത്തിൽ സെറ്റ് ചെയ്ത സ്റ്റാറ്റസ് ആയിരുന്നു. മുസ്തഫയുടെ തോളിൽ ചേർന്ന് നിന്ന് അവർ സന്തോഷത്തോടെ ചിരിക്കുന്ന ഒരു ചിത്രം. അതിന് താഴെ അവൾ ഇങ്ങനെ കുറിച്ചു: എൻ്റെ ജീവിതത്തിൻ്റെ രാജകുമാരൻ, എൻ്റെ സ്വന്തം മുസ്തഫ. ആ ചിത്രം കണ്ടപ്പോൾ ആസിയയുടെ ഹൃദയം നുറുങ്ങി. അവൾക്ക് ആരുടെയും മുമ്പിൽ ഒരു വാക്ക് പോലും ഉരിയാടാൻ കഴിയാതെ തളർന്നുപോയി. വർഷങ്ങളായി താൻ വിശ്വസിച്ച സ്നേഹവും വിശ്വാസവും വെറും കെട്ടുകഥകളായിരുന്നോ എന്നവൾ ചിന്തിച്ചു. അയാളുടെ ഫോൺ കോളിനായുള്ള കാത്തിരിപ്പ് ആസിയയെ മാനസികമായി തളർത്തി. ഒടുവിൽ സങ്കടം സഹിക്കാനാവാതെ അവൾ ഖത്തറിലുള്ള മുസ്തഫയെ വിളിച്ചു. ഇതാരാ? അവൾ വിറയലോടെ ചോദിച്ചു. മുസ്തഫ പറഞ്ഞു, അതെൻ്റെ ഭാര്യയാണ് സീനത്ത്. അയാൾ യാതൊരു ഭാവമാറ്റമില്ലാതെ പറഞ്ഞു. അപ്പം ഞാനോ? ഞാൻ നിങ്ങളുടെ ആരുമല്ലേ? അവളുടെ വാക്കുകളിടറി. ആസിയ, നീ എൻ്റെ ഭാര്യയാണ്. എന്നിട്ട് ഈ ചിത്രങ്ങൾ കണ്ട അങ്ങനെയല്ലല്ലോ തോന്നുന്നു. നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യോ? ആസിയയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവളുടെ ചോദ്യം കേട്ട് മുസ്തഫയുടെ ഭാവം മാറി. അയാൾ ദേഷ്യത്തിൽ പറഞ്ഞു, ഞാനിപ്പോൾ വിവാഹം കഴിച്ച എൻ്റെ ആദ്യ പ്രണയത്തെയാ. ഒരുപാട് വർഷം എൻ്റെ മനസ്സിലൊരു കോണിൽ അവളുണ്ടായിരുന്നു. ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതും അവളെയാണ്. ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം അന്ന് എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ സാധിച്ചില്ല. ഇപ്പം അവൾ വിവാഹമോചിതയായപ്പോൾ ഞാൻ അവളെയും വിവാഹം കഴിച്ചു. എനിക്ക് അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് എന്നോടൊരു സ്നേഹമില്ലേ? എന്നോട് തുറന്നു പറഞ്ഞൂടെ? ഈ 10,000 രൂപ മാസം തോറും തന്ന് നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തം കഴിഞ്ഞെന്ന് കരുതുകയാണോ? നിനക്ക് ജീവിക്കാൻ അതുപോലെ, പിന്നെന്തിനാ നീ ഇങ്ങനെ പരാതി പറയുന്നത്? മുസ്തഫയുടെ ദേഷ്യം നിറഞ്ഞ ശബ്ദം കേട്ടപ്പോൾ ആസിയയുടെ നെഞ്ചകം നീറി. ആ ദേഷ്യം അവൾക്ക് പുതിയതായിരുന്നില്ല, വർഷങ്ങളായി കേൾക്കുന്നതാണ്. പക്ഷേ ഇന്ന് അവളുടെ സങ്കടം ഒരു പൊട്ടിത്തെറിയായി പുറത്തു വന്നു. 10,000 രൂപയോ? അതുകൊണ്ട് എങ്ങനെയാണ് ഞാൻ ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക? നിങ്ങൾക്കറിയോ, വീട് പണിയെടുത്ത 10 ലക്ഷം രൂപയുടെ ലോണ് എൻ്റെ പേരിലാണ്. എല്ലാ മാസവും അതിൻ്റെ വലിയൊരു തുക ലോൺ അടവിലേക്ക് പോകും. ബാക്കിയുള്ള പണം കൊണ്ട് വീട്ടിലവ് നടത്തുന്നു. ചിലപ്പോൾ ആശുപത്രി ചിലവുകൾ ഉണ്ടാവാറുണ്ട്. അതെല്ലാം കഴിഞ്ഞ പിന്നെ രൂപ പോലും ബാക്കി ഉണ്ടാവില്ല. അവളുടെ ശബ്ദമിളറി. കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ധാരയായി ഒഴുകി. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെല്ലാം നടത്തി ജീവിക്കുമ്പോൾ ഞാനിവിടെ ഒരു തുണ്ടുഭൂമിയിൽ ഒറ്റപ്പെട്ട് ജീവിക്കുക. എനിക്കിവിടെ ഒരു വീടുണ്ട്. അതുകൊണ്ട് എനിക്കെവിടെയും പോകാൻ കഴിയില്ല.
നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിച്ചോളൂ. പക്ഷെ ഞാനിവിടെ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അവളുടെ വാക്കുകൾ മുസ്തഫയുടെ കാതുകളിൽ പതിഞ്ഞില്ല. അയാൾ ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു. നിസ്സഹായായ ആസിയ ഫോണും പിടിച്ചു നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊരു പുഴ പോലെ ഒഴുകി. ഒരു നിമിഷം അവൾ ഓർത്തുപോയി. തന്നെ സ്നേഹിക്കാൻ, സംരക്ഷിക്കാൻ ഒരാളുണ്ടെന്ന് വിശ്വസിച്ച് ഇറങ്ങി തിരിച്ചവളാണ് ഇന്ന് താൻ ഒറ്റപ്പെട്ടിരിക്കുന്നു. ഈ 10,000 രൂപ കൊണ്ട് താൻ എങ്ങനെയാണ് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക? അവൾ തനിച്ചായി. നിനക്ക് ഡിവോഴ്സ് വേണമെങ്കിൽ വാങ്ങിപ്പോയിക്കൊള്ളുക, ഞാനായിട്ട് നിനക്ക് ഡിവോഴ്സ് തരില്ല, മുസ്തഫ ദേഷ്യത്തോട് അവളോട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ആസിയ ഞെട്ടിപ്പോയി. അയാളെ വിട്ടുപോകാൻ അവൾക്ക് കഴിയില്ലായിരുന്നു. സ്വന്തം വീട്ടുകാർ അവളെ പടിയടിച്ച് പിണ്ടം വെച്ചപ്പോൾ അവൾക്ക് ഒരേ ഒരു ലോകം അയാളായിരുന്നു. അവൾക്ക് മറ്റൊരാളെ കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. അവളയാളെ അത്രയ്ക്ക് സ്നേഹിച്ചിരുന്നു. ആ ഇഷ്ടം അവൾക്കൊരു ശാപമായി മാറിയോ എന്ന് അവൾ ചിന്തിച്ചു പോയി. ഒരു ദിവസം ആസിയുടെ മനസ്സ് കഷ്ടപ്പാടുകൾ സഹിക്കാനാവാതെ സങ്കടം ഉള്ളിലൊതുക്കി മകനെ വിളിച്ചു. ഉമ്മ, എനിക്ക് ജോലി കിട്ടിയില്ല, ഞാൻ നാളെ തന്നെ തിരിച്ചു വരും. അവൻ്റെ ശബ്ദത്തിൽ നിരാശയും നിസ്സഹായതയും കലർന്നിരുന്നു. മോനെ, നീ വിഷമിക്കേണ്ട, എനിക്ക് ഇവിടെ ഒരു വഴിയില്ലെങ്കിൽ ഞാൻ എനിക്കറിയാവുന്നവരെ വിളിച്ച് നിനക്ക് ജോലി വാങ്ങിത്തരാം. ഉമ്മ, ഞാൻ ഉമ്മയെ ബുദ്ധിമുട്ടിക്കില്ല. ഞാൻ ദുബായിൽ എനിക്കറിയാവുന്നവരെ വിളിച്ച് ജോലി ഇടാൻ ശ്രമിക്കാം. എനിക്കിവിടെ താമസിക്കാൻ പോലും ഒരു മുറിയില്ല. അത് കേട്ടപ്പോൾ ആസിയുടെ ഹൃദയം തകർന്നു. അവൾക്കറിയാം മകൻ കഷ്ടപ്പെടുകയാണെന്ന്. അവൾക്കൊന്നും പറയാൻ കഴിഞ്ഞില്ല. നിശബ്ദയെ അവൾ ഫോൺ കട്ട് ചെയ്തു. ഒരു ദിവസം ആസിയ ആ വാർത്ത അറിഞ്ഞു. മുസ്തഫയ്ക്ക് ഖത്തറിൽ ഒരു അപകടം പറ്റിയിരിക്കുന്നു. അയാൾക്ക് വലിയൊരു അപകടം പറ്റിയെന്നും ഗുരുതരമായ പരിക്കുകളോട് ആശുപത്രിയിലാണെന്നും അവൾ അറിഞ്ഞു. എല്ലാ ദേഷ്യവും സങ്കടവും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. എങ്ങനെയെങ്കിലും അയാളൊന്ന് കാണുമെന്ന ചിന്ത മാത്രമായിരുന്നു അവളുടെ മനസ്സിൽ. അധികം വൈകാതെ തന്നെ മുസ്തഫയെ നാട്ടിലേക്ക് കൊണ്ടുവരുന്ന വിവരവും അവൾ അറിഞ്ഞു. അവൾ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് തിരിച്ചു. ജീവിതത്തിൽ ആദ്യമായി അവൾ അയാൾക്ക് വേണ്ടി ഹൃദയം നുറുങ്ങി കരഞ്ഞു. പക്ഷെ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയത്താണ് സീനത്ത് മറ്റൊരാളുമായി ഒളിച്ചോടിപ്പോയതെന്ന് ഞെട്ടിക്കുന്ന സത്യം അവൾക്ക് മനസ്സിലായത്. അപകടത്തിൽ കിടപ്പിലായ അയാളെ പിന്നീട് നാട്ടിലേക്ക് കൊണ്ടുപോയത് ആസിയാണ്. പലപ്പോഴും ജീവിതത്തിൽ നമ്മൾ വിശ്വസിക്കുന്ന പലതും സത്യമല്ലെന്ന് മനസ്സിലാക്കി തരാൻ ഒരുപാട് സമയമെടുക്കും. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ മുസ്തഫയ്ക്ക് സത്യം തിരിച്ചറിയാൻ ഒരു അപകടം വേണ്ടി വന്നു. ആശുപത്രി കിടക്കയിൽ വെച്ച് അയാൾക്ക് തന്റെ തെറ്റുകൾ മനസ്സിലാക്കാൻ സാധിച്ചു. അയാൾ അവളെ കെട്ടിപ്പിടിച്ച് മാപ്പ് പറഞ്ഞു. അവൾക്ക് അതുമാത്രം മതിയായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും ഒരുമിച്ച് ജീവിച്ചു തുടങ്ങി. സന്തോഷത്തോടെ, സ്നേഹത്തോടെ, എല്ലാ ദുരിതങ്ങളെയും മറന്ന് ഒരു വീട്, ഒരു കുടുംബം, ഒരു ജീവിതം. അവൾക്ക് നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു കിട്ടിയ പോലെ. അതെ, അവൾക്ക് നഷ്ടപ്പെട്ടെല്ലാം തിരിച്ചു കിട്ടി. ജീവിതം അങ്ങനെയാണ്. ചിലപ്പോഴൊക്കെ വഴിയും വെളിച്ചവും നഷ്ടപ്പെടുമ്പോൾ അവിടെ നിന്ന് പുതിയൊരു വഴി തുറക്കും. അതിൽ വെളിച്ചം നിറക്കാൻ കഴിയുന്നത് നമ്മൾക്ക് മാത്രമാണ്.